നമസ്കാരം. മിസ്റ്റിക് ഇതിഹാസത്തിന്റെ മറ്റൊരു അത്ഭുതകരമായ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ട്, ആരോടും പറയാനാകാത്ത സങ്കടങ്ങൾ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് നാം നിശബ്ദമായി നടക്കാറുള്ള നിമിഷങ്ങൾ. പുറമെ ചിരി കാണിച്ചാലും ഉള്ളിൽ 1000 ചോദ്യങ്ങളുമായി ഉറങ്ങാതെ കിടന്ന രാത്രികൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും പരീക്ഷണങ്ങൾ? ഞാൻ ആഗ്രഹിച്ചത് എപ്പോൾ നടക്കും? എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പോലും ഈ ലോകത്തിലില്ലേ? ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ തേടിയെത്തിയതാകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇത് നിങ്ങളുടെ മനസ്സും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു സൂക്ഷ്മമായ ബന്ധത്തിന്റെ യാത്രയാണ്. ചിലപ്പോൾ നമ്മുടെ ആത്മാവ് വാക്കുകളേക്കാൾ വേഗത്തിൽ സത്യങ്ങളെ തിരിച്ചറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെയും നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയെയും കുറിച്ച് പല കാര്യങ്ങളും വെളിപ്പെടുത്തുവാൻ കഴിയും. ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ 2 റോസാപ്പൂക്കൾ കാണാം. ഒരു വെള്ള റോസ, ഒരു ചുവപ്പ് റോസ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഓർക്കൂ. അതുപോലെ തന്നെ നിങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ സങ്കടം ഓർക്കൂ. ശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഹൃദയം ഏതു പൂവിലേക്കാണ് ആദ്യം ആകർഷിക്കപ്പെടുന്നത് ആ പൂവ് തിരഞ്ഞെടുക്കുക. വെറും കൗതുകത്തിന് തിരഞ്ഞെടുക്കരുത്. നിങ്ങളുടെ ആത്മാവാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ഒരു പൂവ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളും ഇനി നിങ്ങളെ കാത്തിരിക്കുന്ന വഴികളും ചില അത്ഭുതകരമായ സൂചനകളും നമുക്ക് കണ്ടെത്താം. അപ്പോൾ സമയം കളയാതെ ഇന്നത്തെ മിസ്റ്റിക് യാത്രയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മിസ്റ്റിക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള വെള്ള റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. നിങ്ങൾ ഈ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി 100% ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കും ഇനി ഞാൻ പറയുവാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, സൈക്കോളജിക്കലി നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു അഗ്നിയുണ്ട്. അതായത് അനീതി കണ്ടാൽ പ്രതികരിക്കുന്നവരെ, വളരെ സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറമേ ചിരിക്കാൻ നിങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞെന്നു വരില്ല. ആസ്ട്രോളജിക്കലി ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒക്കെ ഒരു സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് ചതികളും വഞ്ചനകളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, നിങ്ങളുടെ സ്വന്തമെന്നു കരുതിയ ആളുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്തു കൊടുത്താലും അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് പഴിചാരലും മാത്രമായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ സ്നേഹം പലപ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു സങ്കടം എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി പുറമെ വളരെ സ്ട്രോങ് ആയി അഭിനയിക്കുന്നവരും ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റും ഉണ്ടാവില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങളുടെ മുൻകോപം ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ വിനയായി മാറാറുമുണ്ട്. ദേഷ്യം വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തന്നെ ആയുധമാക്കിയേക്കാം. അതുകൊണ്ട് അമിതമായ ദേഷ്യം നിയന്ത്രിക്കാനാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന ആ ഒരു ശീലം, അത് നിങ്ങൾ തീർച്ചയായും മാറ്റേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ആത്മാർത്ഥത ഉള്ളവരാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതാൻ പാടില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും ഒരു ഉത്തരം ലഭിക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ജോലി സംബന്ധമായോ സാമ്പത്തികമായോ നിങ്ങളെ അലട്ടിയിരിക്കുന്ന വലിയൊരു ചില അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ഒരു അദൃശ്യ ശക്തിയുടെ സഹായത്താൽ എന്ന പോലെ നടക്കുവാനായിട്ട് തുടങ്ങുന്നതാണ്. എന്നാൽ ചില ദോഷകാര്യങ്ങളും നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ചില സാമ്പത്തിക നഷ്ടങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കിടെ വരുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വയറുമായി ബന്ധപ്പെട്ട, അസ്ഥികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അവ ഇതിനെ മറികടക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെയും വാശിയെയും പോസിറ്റീവായ രീതിയിൽ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വിജയിച്ചു കാണിക്കുക എന്നത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം. കൂടാതെ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കുന്നതും ഒഴിവു സമയങ്ങൾ കിട്ടുമ്പോഴൊക്കെ ദേവക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള വെള്ള റോസാപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലമായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായി രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചുവപ്പ് റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുവാനുള്ളത്, നിങ്ങൾ വളരെയധികം ഡീപ്പായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ബഹളങ്ങളിൽ നിന്നൊക്കെ മാറി കുറച്ച് സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ആസ്ട്രോളജിക്കലി നോക്കിയാൽ ശനിയുടെയും ചന്ദ്രന്റെയും ഒക്കെ ഒരു പ്രഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലം നോക്കിയാൽ സ്വന്തം ആഗ്രഹങ്ങൾ പലതും മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടിയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയോ ജീവിച്ച ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ ആണെങ്കിൽ പോലും വല്ലാത്തൊരു ഏകാന്തത നിങ്ങൾക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കഴിവുകൾക്കോ അധ്വാനത്തിനോ അർഹിക്കുന്ന അംഗീകാരമോ ഒരിക്കലും ലഭിച്ചിട്ടുണ്ടാവില്ല. പല കാര്യങ്ങളും അവസാന നിമിഷം വരെ എത്തിയിട്ട് നടക്കാതെ പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഒരു യാത്രയായിരുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും നിങ്ങളുടെ ഓവർ തിങ്കിങ്, അമിതമായ ചിന്ത നിങ്ങൾ മാറ്റിയേ തീരൂ. നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചും ഇനി നടക്കാൻ പോകുന്നതിനെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ സമാധാനം നിങ്ങൾ തന്നെ നശിപ്പിക്കരുത്. അതുപോലെ നിങ്ങൾ എന്തിനുമേതിനും സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റേണ്ടതാണ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നതും വലിയൊരു സത്യമാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുവരെയുള്ള നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. വൈകി വരുന്ന വിജയങ്ങളായിരിക്കും നിങ്ങളുടേത്. എന്നാൽ അത് വളരെ സ്ഥിരതയുള്ളതുമായിരിക്കും. മാനസികമായി വല്ലാത്തൊരു ശാന്തതയും വ്യക്തതയും നിങ്ങൾക്ക് കൈവരും. സാമ്പത്തികമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി ഒരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കിയെടുക്കുവാനോ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തുവാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആത്മീയമായി വലിയൊരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോഴുള്ളത്. എന്നാൽ ചില ദോഷകാര്യങ്ങളും മുന്നിൽ കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ കടുത്ത ഡിപ്രഷനിലേക്കോ ഏകാന്തതയിലേക്കോ ഒക്കെ നിങ്ങൾ വഴുതി വീഴുവാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിലാകുന്ന ചില സാഹചര്യങ്ങളും വന്നേക്കാം. ഇതിനെ മറികടക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എല്ലാ ദിവസവും സ്വയം സംസാരിക്കാൻ അല്പം സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കായി സമയം മാറ്റിവെക്കുക. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സമാധാനം നശിപ്പിച്ചുകൊണ്ട് ആകരുത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ശിവക്ഷേത്ര ദർശനം, പ്രകൃതിയോട് ചേർന്ന് സമയം ചിലവഴിക്കുന്നതും തുടങ്ങിയതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചുവന്ന റോസാപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മിസ്റ്റേക്ക് ഇതിഹാസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.